വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എഴുതാം. ഫൈൻഡ് എ പോസിറ്റീവ് റൂട്ട് ഓഫ് x e raised to x equal to 1 between 0 and 1 with the tolerance 0.05%. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് സൊല്യൂഷൻ കാണാൻ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസിനെ 3 എണ്ണം കറക്റ്റ് ആയിട്ട് ചെയ്യാനും പഠിച്ചു. പക്ഷെ അവിടെ ടോളറൻസ് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് എന്തില്ല, നമുക്ക് ധാരണയില്ല. അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? 0.05% വരെ തെറ്റ് വന്നാൽ എന്തില്ല, കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കുഴപ്പമുണ്ടോ ഇല്ല, എത്ര പെർസെന്റേജ് ആണ് ഇവിടുത്തെ പ്രശ്നം എന്നെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം വരിക? x1, രണ്ടാമത്തെ വാല്യൂ എന്താ വരിക? x2, മിഡ് പോയിന്റുകളെ ആണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. x3, x4 എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക അല്ലെ? അപ്പൊ നമ്മൾ അതിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തൊന്ന് വിചാരിക്കുക. ആ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? x2 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ x2 എന്ന് പറഞ്ഞ സ്റ്റെപ്പ് അവസാനിക്കുമ്പോൾ ഇവിടുത്തെ ടോളറൻസ് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ x2വിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? x1നെ മൈനസ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? x2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ കിട്ടുന്നത് എന്താണ്? അതാണ് എന്ത്, അവിടുത്തെ ടോളറൻസ്. അപ്പൊ നമുക്കത് ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഈ കാര്യം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, മനസ്സിലാവുക. ഈ തിയറി ഒക്കെ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തിയറിക്ക് എന്ത് തരുന്നില്ല, നോട്ട് തരുന്നില്ല. അത് നിങ്ങൾ അതിൽ തന്നെ വായിച്ചിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ പ്രോബ്ലം മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബൈസെക്ഷൻ മെത്തേഡിനകത്ത് നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇന്റർവെല്ലിൽ കിടക്കുന്ന ഏതിനകത്താണ്? ഇന്റർവെല്ലിൽ തന്നിരിക്കുന്നത് 0ഉം 1ഉം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? What is f of x? f of x equal to x e raised to x minus 1. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിട്ടുള്ള വാല്യൂസിന് ഇതിന്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം. സോ f of 0 ഒന്ന് ചെക്ക് ചെയ്യൂ. ഇതിന്റെ വാല്യൂ എന്താ? -1. f of 1ന്റെ വാല്യൂ എന്താ? ഈയുടെ വാല്യൂ എന്താണ്? 2 പോയിന്റ് സംതിങ് ആയിട്ട് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ഉറപ്പായിട്ട് എന്താ ഉറപ്പുണ്ട്? ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള കാര്യം ഉറപ്പില്ലേ? മതി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എന്ത് വരുന്നുണ്ട്? f of 0 എന്ന് പറയുന്ന ആള് നെഗറ്റീവ് വാല്യൂ ആണ്, അതായത് ലെസ് ദാൻ 0യും f of 1 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പുണ്ട്? നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത് 0യ്ക്കും 1നും ഇടയിലാണെന്നുള്ള കാര്യം നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത സാധാരണഗതിയിൽ എന്താ നമ്മൾ ചെയ്യാറ്? ഇറ്ററേഷൻ മെത്തേഡ് ഉപയോഗിച്ച്, ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ n equal to 1 2 0 1 2 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ടേബിൾ വരയ്ക്കാം. അപ്പൊ ഇവിടെ ടേബിൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ആദ്യത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്ററേഷൻ, രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a അല്ലെങ്കിൽ an എന്ന് പറഞ്ഞ ആൾക്കാരുടെ വാല്യൂസ്, അടുത്ത കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bn എന്ന് പറയുന്ന ആൾക്കാരുടെ വാല്യൂസ്, അടുത്തെന്ത് നമ്മൾ എടുക്കാറ്? മിഡിൽ പോയിന്റിന്റെ വാല്യൂസ് xi. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ f of xi കാണാം. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഈ സെയിം പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സൈൻ ഓഫ് f of xi എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി എന്താ ആവശ്യമുള്ളൂ? പണ്ട് ചെയ്ത പ്രോബ്ലത്തിനകത്ത് f of xi നോക്കിയിട്ടാണ് നമ്മൾ ഡെസിമലിനകത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ടോളറൻസ് നോക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? അതിന്റെ സൈൻ എന്താണെന്ന് മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിനകത്ത് ആവശ്യം വരുന്നുള്ളൂ. എങ്ങനെ ചോദിക്കുമ്പോൾ? ടോളറൻസ് ചോദിക്കുന്ന സമയത്ത് മാത്രം. അല്ലാത്ത സമയത്ത് ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്താവശ്യമുണ്ട്?
ആ വാല്യൂ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ ടോളറൻസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോളറൻസ് മാത്രം നമുക്ക് ടോളറേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 0.05% എറർ വരെ നമുക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത കോളം നമുക്ക് കാണേണ്ടത് എന്താണ്? എററിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കോളങ്ങളാണ് നമുക്ക് എന്തുള്ളത്? ഇതിന് ആവശ്യമുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തുടങ്ങുന്നു. an എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? ഒരു ഇന്റർവെല്ലാണ് an bn എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർവെല്ലിൽ ലെഫ്റ്റ് സൈഡ് എപ്പോഴും കുറഞ്ഞ വാല്യൂ ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് സൈഡ് എപ്പോഴും എവിടെയാണ് വന്ന് കിടക്കേണ്ടത്? an വന്ന് കിടക്കേണ്ടത്. പോസിറ്റീവ് വാല്യൂസ് ഒക്കെ എവിടെ വന്ന് കിടക്കേണ്ടത്? bn അകത്താണ് വന്ന് കിടക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് തന്നിട്ടുണ്ട് 0 1 ആണെന്ന്. എന്നാലും നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തി ഇത് കറക്റ്റ് തന്നെയല്ലേ എന്ന്. അപ്പൊ an ആദ്യം തന്നിട്ടുള്ള എന്തായിരുന്നു? 0 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ 0 തന്നെ എഴുതി. bn നമുക്ക് തന്നിട്ടുള്ളത് 1 ആണ്. അപ്പൊ 1 തന്നെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മിഡിൽ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. മിഡിൽ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? an പ്ലസ് bn ബൈ 2. അപ്പൊ ഇതിന്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കൂ. ആ മിഡിൽ പോയിന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? xi എന്ന് പറഞ്ഞ് നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പൊ മിഡിൽ പോയിന്റ് എന്താ? 0 1 ഇടയിൽ കിടക്കുന്നത് 0.5 ആണ്. അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? f of 0.5 ആണ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ f of 0.5 കാണൂ. എന്താ കിട്ടിയത്? f of 0.5 നെഗറ്റീവ് ആണോ കിട്ടിയത്? ആണോ? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ തന്നെയല്ലേ കിട്ടിയത്? ഓക്കെ, അപ്പൊ നമ്മുടെ നെഗറ്റീവ് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് എറർ ആണ് കാണേണ്ടത്. പക്ഷെ നമ്മൾ നേരത്തെ എററിന്റെ ഫോർമുല ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് വാല്യൂസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എറർ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എന്തില്ല? രണ്ട് വാല്യൂസ് ഇല്ല, ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എറർ കണ്ടുപിടിക്കൽ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു ഹൈഫൻ ഇട്ട് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിൽ ഒന്നടല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാം. അത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കുക, സൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇനി നോട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആരെയാണ്? ആ മിഡിൽ പോയിന്റിനെയാണ്. കാരണം മിഡിൽ പോയിന്റ് വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവിനും പോസിറ്റീവിനും ഇടയിൽ കിടക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? an ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് 0.5നെയാണ്. bn ആയിട്ട് എടുക്കുന്നതോ പഴയ പോലെ തന്നെ 1നെ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മിഡ് പോയിന്റ് കാണണം. 0.5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? f of 0.75 ഇതിന്റെ വാല്യൂ നമ്മൾ കാണണം. അത് കിട്ടുന്നത് ഇവിടെ എന്ത് മാത്രം നോക്കിയാൽ മതി? എറർ പെർസെന്റേജ് കാണുമ്പോൾ പോസിറ്റീവ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്ത് കിട്ടി? പോസിറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ഇനി അടുത്ത വിഷയം എന്താണ്? ഇപ്പൊ രണ്ട് വാല്യൂസ് ആയി അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കണം? എറർ പെർസെന്റേജ് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പൊ എറർ പെർസെന്റേജ് കാണാൻ തുടങ്ങാം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ലേറ്റസ്റ്റ് കിട്ടിയ വാല്യൂ, അതായത് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? xi എന്ന് പറയുന്ന ആള് 0.75. അതിൽ നിന്ന് ആരെ കുറയ്ക്കണം? 0.5 കുറയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെന്തോട് ഡിവൈഡ് ചെയ്യണം? 0.75 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ചെയ്ത് നോക്കൂ. എന്ത് കിട്ടി? 33.333 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ഇതാണ് എന്ത്? നിങ്ങളുടെ എറർ പെർസെന്റേജ്.
ഓക്കെ. അപ്പോഴും വേറെ ചെറിയ ടെസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആള് 0.5ഉം രണ്ടാമത്തെ ആള് 0.75 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഇനി എന്തെങ്കിലും കാരണവശാല് ഈ വാല്യൂ തിരിച്ചാ വന്നിരുന്നെങ്കിലോ, ആദ്യം കിട്ടിയ വാല്യൂ എന്താണ് ചെറുതും രണ്ടാമത് കിട്ടിയ വാല്യൂ വലുതുമാണെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് വരും. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നെഗറ്റീവ് പെർസെന്റേജ് നമ്മൾ പൊതുവെ പറയാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതെന്ന് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂന് മൊത്തം മോഡുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കൂടി കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ നമ്മൾ വരയ്ക്കുന്ന ഇത് നമ്മുടെ എക്സ് ആക്സ് വരുമ്പോൾ ഇത് ഫംഗ്ഷൻ ഈ പോയിന്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിന്റെ സൊല്യൂഷൻ വിളിക്കുന്നത്. മുകളിലേക്ക് പോയ എന്താണ് പോസിറ്റീവ്, താഴെ പോയ നെഗറ്റീവ്, ഇത്രേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയെന്നുള്ള നമ്മുടെ വിഷയമല്ല. നമ്മളെ ബാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്, എത്ര പെർസെന്റേജ് ആണെന്ന് മാത്രമേ നമുക്ക് അറിയണ്ടോ. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ മൈൻഡ് ആക്കണ്ട. അപ്പൊ അതുകൊണ്ട് മോഡുലസും കൂടി എപ്പോഴും ഉറപ്പ് വരണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി എറർ എത്രയാന്നുള്ള കാര്യം 33.33%. എറർ എത്ര വന്നിട്ടുണ്ട്? 33% ആയിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റെപ്പ് ചെയ്ത് കഴിയുന്തോറും എന്ത് കുറയണം? എറർ കുറഞ്ഞ് 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 എപ്പോഴാണോ 0.05 അല്ലെങ്കിൽ 5നേക്കാൾ കുറവോ വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. 3. ഇപ്പൊ ഇവിടെ an എന്ന് പറയുന്ന ആൾ കിട്ടിയിരിക്കുന്നത് ഏതാണ്? സോറി, xn 0.75 എന്താ കിട്ടിയത്? പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 0.75 എന്ന് പറഞ്ഞത് ഇനി an ആണോ bn ആണോ? അത് bn ആയിട്ട് മാറി. അപ്പൊ bn എന്ന് പറയുന്നത് 0.75 ആണ്. ഇവിടെ എന്ത് വരും? 0.5. അപ്പൊ എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എപ്പോഴും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. an എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്താണ് നെഗറ്റീവ് വരണം, bn എന്ന് പറഞ്ഞ ആൾ എപ്പോഴും എന്ത് വരണം? പോസിറ്റീവ് വരണം. ആ രീതിയിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എന്നിട്ട് എറർ പെർസെന്റേജ് 0.05 അതിനേക്കാൾ കുറവോ വരുമ്പോൾ എന്ത് ചെയ്യണം? ടെർമിനേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ പ്രൊസീഡ് ചെയ്തപ്പോ 12ാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോ നമുക്ക് 11ാമത്തെ സ്റ്റെപ്പ് കിട്ടിയപ്പോൾ നമുക്ക് എറർ പെർസെന്റേജ് എത്രയായിരുന്നു? 0.088 വന്നു. അടുത്തത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എറർ പെർസെന്റേജ് 0.035 വന്നു. അപ്പൊ 0.03 എന്ന് പറഞ്ഞാൽ 0.05നേക്കാളും ചെറുതാണ്. അപ്പൊ പ്രശ്നമില്ല, നമുക്ക് ആവശ്യമുള്ള ഭാഗം കിട്ടി. അപ്പോഴും അടുത്ത ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അതിന്റെ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ സൊല്യൂഷൻ ഇപ്പൊ ഏതാ? ഇവിടെ an കാണുന്നുണ്ട്, bn കാണുന്നുണ്ട്, xn കാണുന്നുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവനാണ് നമ്മുടെ സൊല്യൂഷൻ. ആര്? xi എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ മാത്രം നമ്മൾ എടുത്ത് എഴുതുക. സൊല്യൂഷൻ എന്താണ്? 0.567. ആവശ്യമുണ്ടെങ്കിൽ 1 കൂടി വെക്കാം. ഇല്ലെങ്കിൽ 567 മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ഞാൻ ക്ലിയർ ചെയ്യട്ടെ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. Find the root of tan x plus x equal to 0 to 2 decimal places between 2 and 2.1. ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെസിമൽ പ്ലേസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോളം വരയ്ക്കുമ്പോൾ നേരത്തെ വരച്ച കോളം പോലെയല്ല. നേരത്തെ വരച്ച കോളത്തിൽ എന്തായിരുന്നു? സൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഐ മാത്രമേ വേണ്ടിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? എഫ് ഓഫ് എക്സ് ഐ നമുക്ക് വേണ്ടി വരും. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എടുത്ത് പരിശോധിക്കാം. ആദ്യത്തെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? എന്താണ് നമ്മുടെ എഫ് ഓഫ് എക്സ്?
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് എക്സ്. അത് ആദ്യം തീരുമാനമാക്കി. പിന്നെ അവർ തന്നിരിക്കുന്ന ഇന്റർവെൽ ഏതാണ്? 2 to 2.1 ആണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് നോക്കുക? എഫ് ഓഫ് 2ന്റെ വാല്യൂ എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിച്ച് നോക്കുക. കണ്ടുപിടിക്കൂ. 2.03 ആണോ എല്ലാവർക്കും കിട്ടിയേക്കുന്നത്? ഓക്കെ. അടുത്തത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് 2.1 കാണണം. എത്രയാ? 2.13. അപ്പൊ ഇവർ തന്നിട്ടുള്ള ഡേറ്റ കറക്റ്റ് ആണോ? ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 2 എന്ന് പറയുന്നതും പോസിറ്റീവ്, എഫ് ഓഫ് 2.1 എന്ന് പറയുന്നതും പോസിറ്റീവ്. പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെ ഇടയിൽ മാത്രം, അല്ലെങ്കിൽ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെ ഇടയിൽ മാത്രമേ എന്ത് കിടക്കുള്ളൂ? സൊല്യൂഷൻ കിടക്കുള്ളൂ. അപ്പൊ 2നും 2.1നും ഇടയിൽ എന്ത് കിടക്കാൻ സാധ്യതയില്ല? സൊല്യൂഷൻ കിടക്കാൻ സാധ്യതയില്ല. അപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ് ഇങ്ങനെ വന്ന് സംഭവിക്കുക. ഒന്നുകിൽ റീസൺ, ഒന്നുകിൽ എന്തായിരിക്കും? പ്രോബ്ലം തെറ്റായിരിക്കും. അല്ലെങ്കിലോ നിങ്ങളുടെ കാൽക്കുലേറ്ററിനകത്ത് കിടക്കുന്നത് റേഡിയൻ ആണോ ഡിഗ്രി ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പ്രശ്നം എന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതിലായിരുന്നു? ഡിഗ്രി മെഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിനകത്ത് എന്ത് മാറ്റണം? അതിനെ മാറ്റിയിട്ട് റേഡിയൻ മെഷറിലേക്ക് ആക്കണം. കാൽക്കുലേറ്ററിന്റെ മോഡലിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അതാക്കിയതിനു ശേഷം നമ്മൾ വീണ്ടും എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? എഫ് ഓഫ് 2 എന്താണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? -0.18 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതുപോലെ എഫ് ഓഫ് 2.1 എന്ന് പറയുന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 0.39 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പൊ ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവും ആണ്. അപ്പൊ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഒരു റൂട്ട് ഇതിന്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തീരുമാനമായി. അപ്പൊ നമ്മൾ അത് ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ടേബിള് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, കഴിഞ്ഞ ടേബിൾ പോലെയല്ല. നമ്മൾ തുടങ്ങുന്നു, ആദ്യം എന്ത് ചെയ്യുന്നു? എൻ, എത്രാമത്തെ സ്റ്റെപ്പ് എന്നറിയാൻ വേണ്ടി എൻ എന്ന് പറഞ്ഞിട്ട് കണക്ഷൻ കൊടുക്കുന്നു. പിന്നെ എന്ത് കൊടുക്കുന്നു? എ എൻ കൊടുക്കുന്നു. പിന്നെ ബി എൻ കൊടുക്കുന്നു. പിന്നെ എന്ത് കൊടുക്കുന്നു? എക്സ് ഐ. എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എൻ പ്ലസ് ബി എൻ ബൈ 2. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കാണണം? എഫ് ഓഫ് എക്സ് ഐ എന്താന്നുള്ള കാര്യം. സോ ഇവിടെ എഫ് എക്സ് ഐ പ്ലസ് 1 എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ ഉപയോഗിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? അത് നമ്മൾ വർക്ക് തുടങ്ങും. പെൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ 0 എന്നുകൊണ്ടാണ് എഴുതി തുടങ്ങാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അപ്പൊ എ എൻ എന്ന് പറയുന്ന ആൾ ആരാണ്? നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പൊ 2 ആണ് വന്നത്. ബി എൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? 2.1. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് ഐ പ്ലസ് 1. അതെന്തായിരിക്കും കിട്ടുക? 2 plus 2.1 divided by 2, that is equal to 2.05. അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് 2.05ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതെന്താ കിട്ടുക? ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും 0.12 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവിന് നെഗറ്റീവിന് ഇടയിലായിരിക്കും വാല്യൂ കിടക്കുക. അപ്പൊ നമ്മുടെ എ എൻ നെഗറ്റീവ് വാല്യൂ ആവണമെന്നുള്ളത് കൊണ്ട് 2 തന്നെ കിടക്കുന്നു. ബി എൻ പോസിറ്റീവ് ആണ്, ലീസ്റ്റ് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? 2.05 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. 2 plus 2.05 divided by 2, that is equal to 2.025. ഉടനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് 2.025. അതിന്റെ വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്നത് -0.023. നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര ഡെസിമൽ വരെ കറക്റ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? 2 ഡെസിമലിന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ എത്ര ഡെസിമലിന് കറക്റ്റ് ആയിട്ടുണ്ട്? 1 ഡെസിമലിന് കറക്റ്റ് ആയിട്ടുണ്ട്.
ഇതിങ്ങനെ ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, 0.00 വരുന്നത് വരയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ചെയ്തോളൂ. ഇത് നമ്മൾ കുറച്ച് ടേബിൾസ് കുറച്ച് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ 4ാമത്തെ സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് എറർ എന്ത് കിട്ടുന്നുണ്ട്, 0.0039 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, അത് ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു, 2.0281. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ഡെസിമൽ പ്ലേസിനെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2.03 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇങ്ങനെ എഴുതാതെ ഇങ്ങനെ തന്നെ എഴുതിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ 2 ഡെസിമൽ പ്ലേസസ് ചെയ്തുകൊണ്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2 ഡെസിമൽ പ്ലേസസിലേക്ക് ആക്കിയത്. ഏറ്റവും സേഫ് എന്താണ്, അങ്ങനെ ആക്കാതെ എന്താണോ കിട്ടിയിരിക്കുന്നത് അത് അതേപോലെ മാക്സിമം ഒരു 4 ഡെസിമൽ പ്ലേസസിന് വരെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അത്രയും മതി നമ്മുടെ ബൈസെക്ഷൻ പ്രോബ്ലത്തിന്. പിന്നെ ഞാൻ ക്യാൻവാസ് ക്ലിയർ ചെയ്യട്ടെ, എഴുതുന്നുണ്ടോ നിങ്ങൾ? ക്ലിയർ ചെയ്യട്ടെ എന്ന് ബോർഡ്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പ്രോബ്ലം തരാം. x³ മൈനസ് 3x മൈനസ് 5 ഈക്വൽ ടു 0. 2 x³ പ്ലസ് x² പ്ലസ് x പ്ലസ് 7 ഈക്വൽ ടു 0. മൂന്നാമത്തത് x³ മൈനസ് x² മൈനസ് 1 ഈക്വൽ ടു 0. 3 പ്രോബ്ലം വരെ. ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. ന്യൂമറിക്കലിനകത്ത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് സ്പീഡാണ്. സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിൽ എന്തെന്നെ പറ്റുള്ളൂ, അത് ചെയ്ത് ശീലിച്ചെന്നേ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും.